നമ്മുടെ ഹായ് ചെല്ലമില്ലേ, മിസ്റ്റർ പ്രകാശ് രാജ്, തമിഴിലെ സൂപ്പർ വില്ലൻ, സൂപ്പർ താരം, ഇന്ത്യയിലെ മികച്ച ആക്ടിവിസ്റ്റ്, ഫാസിസ്റ്റ് ഭരണത്തിനെതിരെ ശക്തമായ നിലപാടുകൾ സ്വീകരിക്കുന്ന പ്രകാശ് രാജ്, പുള്ളിക്കെതിരെ ഈ അടുത്ത സമയത്ത് കോടതി ഒരു പുതിയ വാറണ്ടൊക്കെ അങ്ങ് ഇഷ്യൂ ചെയ്തു. 1, 2 അല്ല, 5 വോട്ടർ ഐ ഡി കാർഡ് അങ്ങ് ഉണ്ടാക്കി പോലും. ഇതിനിപ്പം BJP സർക്കാരോ BJP നേതാക്കന്മാരോ ഫാസിസ്റ്റ് RSS ശാഖയിലോ അങ്ങനെ ഉണ്ടാക്കിയതായിരിക്കാനാണ് സാധ്യത, എൻ്റെ ഒരു തോന്നൽ. കാരണം പ്രകാശ് രാജ് ഈ അടുത്ത സമയത്ത് ഇന്ത്യ മുന്നണിയുടെ ഒപ്പം ഒക്കെ ചേർന്നുകൊണ്ട് എങ്ങനെങ്കിലും മോദി ഫാസിസ്റ്റാണ്, സനാതന ധർമ്മം കുഴപ്പമാണ് എന്നൊക്കെ പറഞ്ഞ് കുറേ നടക്കുന്നുണ്ട്. അപ്പോൾ അതിനു വേണ്ടിയിട്ട് ഈ BJP-കാരന്മാരോ RSS ശാഖയിലെ ഇതുണ്ടല്ലോ നമ്മുടെ മെഷീൻ, ആ മെഷീനത്തെങ്ങാണോ ഇനി അടിച്ച് കൊടുത്ത കാർഡാണോ എന്നറിയത്തില്ല. എന്തായാലും കോടതി അത് കണ്ടുപിടിച്ചു, വാറണ്ട് ഇഷ്യൂ ചെയ്തിട്ടുണ്ട്. ഇപ്പം ഇവനെ പോലെയുള്ള ഇരുതല മൂരികളാണ് നമ്മൾക്ക് ഉപദേശം തരുന്നത്. എന്ത്? ഇന്ത്യ ഒരു ഫാസിസ്റ്റ് കൺട്രിയാണ്, ഞാൻ കമ്മ്യൂണിസ്റ്റാണ്, കമ്മ്യൂണിസ്റ്റുകാർക്ക് ഇതിനകത്ത് എന്തെങ്കിലും ചെയ്യാൻ പറ്റും. ഇവൻ്റെയൊക്കെ കമ്മ്യൂണിസം ഇതാണ്. കമ്മ്യൂണിസത്തെ തിന്നുന്നവന്മാരാണ് ഇവർ. കമ്മ്യൂണിസത്തിൻ്റെ പേര് പറഞ്ഞ് ഞാൻ കമ്മ്യൂണിസ്റ്റ് ആണെന്ന് പറഞ്ഞ് യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകാരെ പോലും പൊട്ടന്മാരാക്കുന്ന ആൾക്കാരാണ്. കമ്മ്യൂണിസം എന്താണെന്ന് കമ്മ്യൂണിസം പഠിച്ചിട്ടുള്ളവർക്ക് മനസ്സിലാവും. പക്ഷെ ഇന്നുള്ളത് LDF ആണ്, ഇന്നുള്ളത് ഇടതുപക്ഷമാണ്, ഇന്നുള്ളത് CPIM ആണ്, CPI ആണ്. അത് തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. കമ്മ്യൂണിസവും ഈ പറയുന്ന CPM ഒക്കെ തമ്മിൽ പഠിച്ചു കഴിഞ്ഞാൽ ഒരുപാട് വ്യത്യാസമുണ്ട്. അപ്പോൾ ഇത് ഞാൻ കമ്മ്യൂണിസ്റ്റാണ് എന്ന് പറഞ്ഞ് ഇവനൊക്കെ എവിടെയെങ്കിലുമൊക്കെ സമ്മേളനം നടക്കുന്നത്, അതാണ്ട് ഈ അടുത്ത സമയത്ത് ബാംഗ്ലൂർ പോയി അവിടെ കോക്രോച്ച് ജനതാ പാർട്ടിയുടെ സമ്മേളനത്തിൽ പങ്കെടുത്ത് പുതിയൊരു യുവ നേതാവിനെ ഉയർത്തിവിടാൻ വേണ്ടിയിട്ട് ധാരാളമായി പ്രസംഗിച്ചു. ഈ പ്രസംഗിക്കുന്ന നേതാക്കളിലെ ആൾക്കാർ പറയുന്നത് എന്താണ്? എന്നെങ്കിലും അവിടുത്തെ നേതാക്കൾ, അതായത് അവിടെ വന്ന് വൈറലായ ഒരു നേതാവ്, ആണോന്നോ പെണ്ണോന്ന് എനിക്കറിയില്ല, എന്തായാലും പുള്ളി പറയുന്നത്, എങ്ങാനും എനിക്കൊരു അവസരം കിട്ടിക്കഴിഞ്ഞാൽ, കുറേ കാശൊക്കെ ഉണ്ടാക്കിക്കഴിഞ്ഞാൽ ഈ കച്ചട ഭാരതത്തിൽ നിന്നും ഞാൻ വലിയ രാജ്യങ്ങളിലേക്ക് യാത്ര ചെയ്യും. കച്ചട ഭാരതത്തിൽ നിന്ന് അവൻ എങ്ങോട്ടായിരിക്കും പോകുന്നത്? ബംഗ്ലാദേശിലേക്കോ അല്ലെങ്കിൽ പാകിസ്ഥാനിലേക്കോ അതിലൊക്കെ സുഡാനിലോ എത്യോപ്യയിലോ ഒക്കെ ആയിരിക്കുമോ പോകുന്നത്? എനിക്കറിയത്തില്ല. ഇവരുടെ സുഖവാസ കേന്ദ്രം എവിടെയാണെന്ന് നമുക്കറിയത്തില്ല. എന്തായാലും അവിടെ പോട്ടെ. അപ്പം ഇവരൊക്കെയാണ് നമ്മളെ ഉപദേശിക്കാൻ വരുന്നത്. ഉപദേശിക്കാൻ വരുന്നതിന് മുമ്പിട്ട് ഞങ്ങളും ഇതൊക്കെ കാണുന്നുണ്ട് എന്നൊന്ന് മനസ്സിലാക്കുക. അത് മനസ്സിലാക്കുന്നത് പ്രകാശ് രാജിന് നല്ലതായിരിക്കും. പ്രകാശ് രാജിനെ പൊക്കിക്കൊണ്ട് നടക്കുന്ന വേടൻ്റെയൊക്കെ പ്രോഗ്രാമിൽ ഭയങ്കരമായി ഘോരം പ്രസംഗിക്കുന്ന ടീമാണ്. അവർക്കൊക്കെ